സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഞങ്ങൾ ആരും ഒരു ജാതിക്കും എതിരില്ല. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു ജാതിയുടെ, പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു. ഒടുവിൽ സ്വയം വെള്ള പൂശുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഇപ്പോൾ സ്വയം പ്രഖ്യാപിക്കുകയാണ് താനൊരു വർഗീയവാദിയല്ലെന്ന്. ചിലർ വർഗീയവാദിയായി ചാപ്പകുത്താൻ ശ്രമിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി സങ്കടപ്പെടുന്നു. ശരിക്കും വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് പണ്ടേ മലയാളിക്കറിയാം. ആദ്യമായി മലയാളി വ്യക്തമായി വെള്ളാപ്പള്ളിയെ തിരിച്ചറിഞ്ഞത് 2015 നവംബർ മാസത്തിലാണ്. ആ നവംബറിലാണ് കോഴിക്കോട് അറ്റകുറ്റപ്പണി ചെയ്യാൻ ഓടയിലേക്ക് ഇറങ്ങവേ തല കറങ്ങി അതിനുള്ളിലേക്ക് വീണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികളും അവരെ രക്ഷിക്കാനിറങ്ങിയ ഓട്ടോ ഡ്രൈവർ മരിച്ചത്. രക്ഷിക്കാനിറങ്ങിയ ആ ഓട്ടോ ഡ്രൈവറുടെ പേര് നൌഷാദ് എന്നായിരുന്നു. മാൻഹോളിന്റെ വളയത്തിൽ ചവിട്ടിക്കുഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഓടയിൽ അകപ്പെട്ടവർ പിടിവള്ളി തേടി ശക്തമായി വലിച്ചപ്പോൾ നൌഷാദും ഉള്ളിലേക്ക് വീഴുകയായിരുന്നു. സ്വയം മറന്ന് മനുഷ്യത്വത്തിന്റെ മറുപേരായി മാറിയ നൌഷാദിന്റെ കുടുംബത്തെ ചേർത്തു പിടിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചു. അപ്പോഴാണ് മുസ്ലിം ആയതിനാലാണ് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അത് ഈ നാട് മറന്നിട്ടില്ല. അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്കൂൾ ഗെയിംസിന് പോയ ഹാൻഡ്ബോൾ ടീം മരിച്ചപ്പോൾ സർക്കാർ അവഗണിച്ചു. മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ മരിച്ച നൌഷാദിന് 10 ലക്ഷവും വീട്ടുകാർക്ക് ജോലിയും കൊടുത്തു. ഇവിടെ ജാതിയും മതവും ഇല്ലെന്ന് തെളിഞ്ഞില്ലേ? 10 ലക്ഷം കൊടുത്ത് വീട്ടുകാർക്ക് ജോലിയും കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളരെ തെളിഞ്ഞില്ലേ? മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിച്ചു. മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയാ മുസ്ലിമാ മരിച്ചെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിപ്പടയാണ് നമുക്ക് ഓടിച്ചത്. നമ്മൾ ആരെങ്കിലും മരിച്ചു പോയാൽ പടം പോയിട്ട് വട്ടി പോലും അവിടെ നിർമ്മിക്കുവാനാണ്. മുസ്ലിമോ ക്രിസ്ത്യാനിയോ മരിക്കുമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിപ്പട തന്നെ എത്തും. എന്നാൽ ഹിന്ദുവാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. ഇതാണ് വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അന്നത്തെ വെള്ളാപ്പള്ളിയുടെ വാക്ക്. മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് തുടങ്ങി മലയാളി ഞെട്ടലോടെ കേട്ട വെള്ളാപ്പള്ളിയുടെ നവോത്ഥാന മൊഴിമുത്തുകൾ ഏറെയാണ്. ഇപ്പോഴിതാ ഇടത് സർക്കാരിന്റെ നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ സരസ്വതി വിലാസം സാക്ഷാൽ കുമാരനാശാനേക്കാൾ ഒരു പടി മുകളിലാണ്. ശ്രീനാരായണ പ്രസ്ഥാനം ഒരു മതത്തിനും എതിരില്ലെന്നും ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തന്നെ ഒരു മുസ്ലിം വിരോധിയായി കണ്ട് ലീഗ് വേട്ടയാടുന്നുവെന്നാണ് ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സങ്കടക്കെട്ടഴിക്കുന്നത്. ലീഗുകാർ തന്നെ തേജോവധം ചെയ്തു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. ലീഗുകാർക്ക് അഹങ്കാരമാണ്. മണി പവറും മസിൽ പവറും മാൻ പവറും ഉപയോഗിച്ച ലീഗുകാർ SNDP യോഗത്തെ തകർക്കാൻ ആളും അർത്ഥവും നൽകിയതായി വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന നയമാണ് SNDPക്ക്. ഞങ്ങൾ ഒരു ജാതിക്കും എതിരില്ല. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു മുസ്ലിം വിരോധിയായി കണ്ട് വേട്ടയാടുന്നുവെന്ന് വെള്ളാപ്പള്ളി. ഇനിയും വെള്ളാപ്പള്ളി എന്ന മനുഷ്യസ്നേഹിയെ ഒറ്റപ്പെടുത്തരുത്. അതെന്തുകൊണ്ടാണെന്നോ കേട്ടു നോക്കൂ. വെള്ളാപ്പള്ളി ചെയ്യുന്ന ദ്രോഹം SNDPക്ക് മാത്രമല്ല LDFനും ദ്രോഹമാകുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണെന്ന് SNDP മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ദ്രോഹം ഈ SNDP യോഗത്തിനും മാത്രമല്ല LDF സർക്കാരിനും ഇത് ദ്രോഹമായിട്ട് ഭവിക്കും എന്ന് ഞാൻ ഭംഗിന്ദ്രയാണ് പറഞ്ഞതാ. കൂടെ കിടക്കുന്നവനെ രാപ്പനിറിയൂ എന്ന ചൊല്ല് വെറുതെ ഉണ്ടായതല്ല.